എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ ഡയറീസിൻ്റെ അംഗങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. ഇന്ന് നമ്മൾ ക്യാൻസർ എന്ന വിഷയവുമായിട്ടാണ് ഞാൻ ഡോക്ടർ വി സി രവീന്ദ്രൻ. ഏതാനും വർഷം സർക്കാർ സർവീസിൽ വിരമിച്ചതിന് ശേഷം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി എന്ന NGOൻ്റെ ആക്റ്റീവ് മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി എന്നത് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ഒരു NGO ആണ്. ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുകയും ഏർലി ഡിറ്റക്ഷൻ സാധിക്കുകയും ചെയ്യാനുള്ള കണക്കുള്ള പ്രവർത്തനങ്ങൾ. ക്യാൻസറിൻ്റെ മടയിൽ പോയി കണ്ടുപിടിക്കുക എന്നുള്ള യത്നമായി കഴിഞ്ഞ 31 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. ഇതിൻ്റെ ഒരു സ്ഥാപക മെമ്പറാണെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ ഏകദേശം 22 വർഷമായിട്ടാണ് വളരെ ആക്റ്റീവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. ബേസിക്കലി ഞാനൊരു ENT സ്പെഷ്യലിസ്റ്റാണ്. MBBS കഴിഞ്ഞ് ENT കഴിഞ്ഞ് ഒരു ഓങ്കോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞ ഈ 22 വർഷമായി ക്യാൻസർ നിയന്ത്രണ മേഖലയിൽ പ്രവർത്തിക്കുകയും ആ അവസരം ഉപയോഗിച്ച് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളും മറ്റും ഇരിക്കാൻ സാധിച്ചുകൊണ്ട് ആ കണക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ള ഈ ക്യാൻസറെ പറ്റിയുള്ള സംശയങ്ങൾ ഒരളവോളം എനിക്ക് ദൂരീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദോ ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട്, ഒരു ക്യാൻസർ ഓങ്കോളജിസ്റ്റ് എന്ന് എന്നെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട്. നമുക്ക് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം കോവിഡാണ് അരങ്ങുവാഴുന്നത്. അപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ നേരമില്ല. പല രോഗങ്ങളും പിന്നോക്ക അവസ്ഥയ്ക്ക് പോയിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ക്യാൻസറിന് അതിന് അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. കാരണം കോവിഡ് തീർച്ചയായും ഇന്നലെ നാളെ ഈ ഭൂമുഖം ഒഴിഞ്ഞു പോകും. ഒരു വാക്സിൻ്റെ വരവോടുകൂടി അത് നിഷ്പ്രഭമാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ക്യാൻസർ അങ്ങനെയല്ല. ക്യാൻസറുമായിട്ട് അടരാടാൻ തുടങ്ങിയിട്ട് മനുഷ്യരാശി അടരാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നും ഒരു വലിയ ഒരു പ്രഹേളികയായിട്ട് അത് നിൽക്കുന്നുണ്ടെങ്കിലും അനുദിനം ഓരോ ദിവസം വെച്ച് പുതിയ വിവരങ്ങൾ കിട്ടുകയും അതിനെ പൂർണ്ണമായി മനുഷ്യൻ്റെ വരുതിയിൽ വരുത്തുവാൻ കഴിയുന്ന കണക്കിൽ അതിനെ എത്തിക്കാനാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അടുത്തേക്ക് മനുഷ്യരാശി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം ഒരു 50 വർഷമായി. ആ 50 വർഷത്തിനുള്ളിൽ 50 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ എല്ലാ ആധുനിക വൈദ്യത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ ക്യാൻസർ നിർണയത്തിൻ്റെ കാര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും വളരെ വളരെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു 50 വർഷം 60 വർഷം മുമ്പേ ക്യാൻസർ ചികിത്സ എന്നത് ക്യാൻസർ രോഗത്തിനേക്കാളും ഭീതിതമായ ഭയങ്കരമായ ദ ട്രീറ്റ്മെൻറ്റ് വാസ് വേഴ്സ് ദാൻ ദ ഡിസീസ് എന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നതല്ല എന്ന് ഉറപ്പിച്ചു പറയാനാവും. അത് സർജറി ആവട്ടെ, റേഡിയേഷൻ ആവട്ടെ, കീമോതെറാപ്പി ആവട്ടെ, ഇവയെല്ലാം തന്നെ വളരെ അഭൂതപൂർവമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസറിനെ പറ്റി നമ്മൾ പൊതുവായി പറയുമ്പോൾ എങ്ങനെയാണ് മനുഷ്യരാശി ഇതിനെ നേരിടേണ്ടത്? നമ്മുടെ ഒരു ശത്രുവാണ്, ഒരു പൊതുജനാരോഗ്യ ശത്രുവാണ്. എങ്ങനെയാണ് ഒരു രാജ്യം അതിൻ്റെ ശത്രുവെ നേരിടുന്നത്? ഇതിന് വാർഫെയർ എന്ന് പറയും. വാർഫെയറിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയും. എങ്ങനെയാണ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്? ഒന്ന്,
അതിൻ്റെ ശത്രുവെ അറിയുക എന്നുള്ളത്. ശത്രുവിൻ്റെ ബലവും ബലഹീനതയും തിരിച്ചറിയുക, നമ്മുടെ ബലവും ബലഹീനതയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിന് കണക്കുള്ള സ്ട്രാറ്റജി ചെയ്യുക. 2, തേടിപ്പിടിക്കുക. പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേ കയറാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതിനെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുക. 3ാമത്തത് കീഴ്പ്പെടുത്തുക. അപ്പം അറിയുക, തേടിപ്പിടിക്കുക, കീഴ്പ്പെടുത്തുക. ഇതാണ് നമുക്ക് ഇതിൽ വേണം നമ്മളത് പരിഷ്കരിക്കാൻ. അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ഈ രോഗത്തിന് സമയത്തോളം നമ്മളെ ഇന്നത്തെ അറിവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാൻസറുകളെല്ലാം തന്നെ എത്ര തരം ക്യാൻസർ ദേഹത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100-ൽ പരം, 100-ലല്ല 200, 220 പരം ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ കൂടുതലുണ്ട്. ഓരോ ക്യാൻസറിൻ്റെയും ഉള്ളിലുള്ള ക്ലാസിഫിക്കേഷനൊക്കെ വരുമ്പോൾ 10-500 കടക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ക്യാൻസറുകളെല്ലാം പൊതുവായി 3 തരത്തിൽ തിരിക്കാൻ കഴിയും. ഒന്ന്, പ്രതിരോധ്യമായ ക്യാൻസറുകൾ. നമുക്ക് എനിക്ക് വരില്ലെന്ന് ഉറപ്പ് വരുത്തുവാൻ വലിയൊരളവോളം 100% അല്ലെങ്കിൽ സാധിക്കുന്ന ക്യാൻസറുകൾ. 2ാമത്തേനം പൂർണ്ണമായ രോഗവിമുക്തി സാധ്യമായവ. 3ാമത്തത് പൂർണ്ണമായ രോഗവിമുക്തി സാധ്യമല്ലാത്തവ. ഇങ്ങനെ ഇതിനെ ആകെ 3ആയി തിരിക്കാം. അതിൽ ആദ്യത്തെ രോഗ പ്രതിരോധം എന്ന് പറയുമ്പോൾ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ക്യാൻസറുകൾ എന്താണ്? അതറിയണമെങ്കിൽ എന്ത് വേണം? ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് എന്നറിയണം. അപ്പോൾ ആ അറിയുന്ന കാരണങ്ങൾ മറ്റുകൊണ്ട് അങ്ങനെ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് തടയാൻ കഴിയും. നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയുന്ന ക്യാൻസറുകൾ അല്ലേ. 2ാമത്തത് നേരത്തെ കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിച്ചാൽ ഏത് ക്യാൻസറും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും. സ്റ്റേജ് 1-ലോ 2-ലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാ ക്യാൻസറുകളും ഇന്ന് കണ്ടുപിടിക്കാനാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകളെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണ സുഖപ്രാപ്തി നേടിയെടുക്കാൻ കഴിയുന്ന ക്യാൻസറുകൾ 2ാമത്തെയാണ്. 3ാമത്തെ ഇന്നത്തെ അറിവിൽ, ശാസ്ത്രത്തിൻ്റെ അറിവ് വെച്ചിട്ട് മിക്കപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ സ്റ്റേജ് കടന്നു പോകും. അതുകൊണ്ട് ആ രോഗത്തിന് വശംവദനാകേണ്ടി വരുന്ന ക്യാൻസറുകൾ. ആ ഇനത്തിലുള്ള പല ക്യാൻസറുകളെയും ഏതാനും വർഷങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞ പൂർണ്ണ സുഖപ്രാപ്തി സാധ്യമായ ക്യാൻസറുകളുടെ ഇനത്തിലേക്ക് കൊണ്ടുവരുവാൻ വൈദ്യശാസ്ത്രത്തിന് ആയിട്ടുണ്ട്. ആ കണക്കിലാണ് പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രതിരോധ്യമായ ക്യാൻസറുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ക്യാൻസർ എന്ന്, എന്തുകൊണ്ടാണ്. അപ്പോൾ ക്യാൻസറിനെ പറ്റി അറിയുന്നതിന് മുമ്പേ ക്യാൻസറിനെ പറ്റി പൊതുവായി പറഞ്ഞു കേൾക്കുന്ന പല തെറ്റിദ്ധാരണകൾ, ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് കേട്ട ശേഷം ഈ പറയുന്ന തെറ്റിദ്ധാരണകളൊന്നും നിങ്ങളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒന്ന്, ഇത് പകരുന്നതാണ്, പടരുന്നതാണ്. അല്ല, ഒരു കണക്കിലും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ക്യാൻസർ തൊട്ടിട്ടോ തൊടാതെയോ വല്ല കൊതുക് തുടങ്ങിയ ഷഡ്പഥങ്ങൾ മൂലമോ വായുവിലേക്കൂടെയോ പകരുന്നില്ല. 2, ഇതൊരു പാരമ്പര്യ രോഗമാണ്. ഇത് പാരമ്പര്യ രോഗമാണോ എന്ന് വളരെ സംശയക്കാരുണ്ട്. ഇത് പാരമ്പര്യ രോഗമല്ല. ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അതൊരു പാരമ്പര്യ രോഗമല്ല. പക്ഷേ അവിടെ ഒരു പക്ഷേയുണ്ട്. പലപ്പോഴും പാരമ്പര്യ സ്വഭാവം അത് കാണിക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കും വരാം. 3ാമത്തെ തെറ്റിദ്ധാരണ, ഇത് ഏതാനും അവയവങ്ങൾ മാത്രമേ ബാധിക്കുള്ളൂ. അത് ബ്രസ്റ്റിങ്ങിനൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ബ്രസ്റ്റ്, യൂട്രസ് ഇതിനൊക്കെ ബാധിക്കുള്ളൂ. അല്ല, കോശങ്ങളുടെ രോഗമാണിത്. കോശങ്ങളുടെ രോഗമായതുകൊണ്ട് എല്ലാ അവയവവും കോശങ്ങൾ കൊണ്ട് നിർമ്മിത ആയതുകൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില അവയവങ്ങളെ കൂടുതലായിട്ടും ചില അവയവങ്ങൾ താരതമ്യം ഇല്ല. ഹൃദയം വളരെ 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 വിരളമായി കണ്ടിട്ടുള്ളൂ, ഇടപെട്ട് കേട്ടിട്ടുള്ളൂ. സ്പ്ലീൻ എന്ന് പറയുന്ന അവയവവും താരതമ്യേന അതിൽ സെക്കൻഡറി ക്യാൻസർ, ലിംഫോമ, ല്യൂക്കീമിയ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ സ്പ്ലീൻ വലിപ്പം ഉണ്ടാവാം എന്നല്ലാതെ പ്രൈമറി ക്യാൻസർ കുറവാണ്. ചെറുകുളിരും താരതമ്യേന കുറവില്ല. അതല്ലാതെ ഏത് അവയവത്തിനും ഇത് ബാധിക്കാം. ഈ രോഗങ്ങളെല്ലാം തന്നെ
ഒരു 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 ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാം ഒറ്റ രോഗമായിട്ട് പറയാൻ കഴിയും. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം പറയാൻ കഴിയില്ല. കാരണം ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞതും ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദവും രക്താർബുദവും ഗജാന്തരമാണ്. അത് വരുന്ന രൂപം, അതിൻ്റെ ലക്ഷണങ്ങൾ, അതുണ്ടാവാനുള്ള കാരണങ്ങൾ, അതിൻ്റെ നിർണയോപാധികൾ, അതിൻ്റെ ചികിത്സാരൂപങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറയാൻ കഴിയില്ല, ഒരു പറ്റം രോഗങ്ങളാണെന്ന് പറയാനുള്ളത്. അപ്പം ക്യാൻസറിൻ്റെ പ്രതിരോധിക്കുന്നത് എങ്ങനെ അറിയണമെങ്കിൽ ക്യാൻസർ ഉണ്ടാവുന്നത് എങ്ങനെയെന്നറിയാം. എന്താണ് ക്യാൻസർ? നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ക്യാൻസർ എന്നാൽ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ അനിയന്ത്രിതമായി ഉണ്ടാകുന്നത്? അപ്പം നിയന്ത്രിതമായ ഒരു കോശ വളർച്ചയുണ്ട് നമുക്കറിയാം. നമ്മളെല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു കോശത്തിൽ നിന്നാണ്. അമ്മയിൽ നിന്നും അച്ഛയിൽ നിന്നും പകുതി കോശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോശമാണ് ഏത് ജീവജാലവും തുടങ്ങുന്നത്. അത് പെറ്റുപെരുകിക്കൊണ്ടാണ്. ഈ പെറ്റുപെരുകുക പെറ്റുപെരുകയും വളരുകയും അതേ സമയത്ത് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ മരിച്ചു വീഴുക എന്നുള്ളത് എല്ലാ കോശത്തിനും എല്ലാ കോശത്തിനും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വളരെ സത്യം. അതായത് ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിൻ്റെ അകത്ത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളൊരു അതിൻ്റെ തനതായ ഒരു രൂപമാണ്. അതായത് രണ്ട് പുത്രികാകോശങ്ങളെ പിളർന്നുകൊണ്ട് രണ്ട് പുത്രികാകോശങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതിന് ജീവിതകാലാവധിക്കുള്ളിൽ ആ കോശത്തിനെ ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള സ്ഥിതി നടത്താനുള്ള സംവിധാനങ്ങൾ അതിനുണ്ട്. സംഹാരം, അതിൻ്റെ ജീവിത കാലാവധി അടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആ കോശത്തിന് വൈകല്യം സ്ഥാപിക്കുമ്പോൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ, പ്രോഗ്രാംഡ് ഡെത്ത് എന്നാണ് പറയുക, അങ്ങനെ ചെയ്യാനുള്ള കോശങ്ങൾ. ഇങ്ങനെ നിസ്തുലമായ മനോഹരമായ പട്ടാളച്ചിട്ടോട് നടക്കുന്ന പ്രക്രിയയാണ് കോശവിഭജനവും വളർച്ചയും. പക്ഷേ ഈ കോശം വിഭജിക്കുന്ന നേരത്ത് ഒരു കോശം രണ്ടാവുന്നത് നിങ്ങൾക്കറിയാം, അത് വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാണ്. ഒരുപാട് സ്റ്റെപ്സ് അതിൻ്റെ അകത്തുണ്ട്. അത് രണ്ടാവുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിൽ താടനമേറ്റ് രണ്ടാവാനിടയായി എന്ന് വിചാരിക്കാം. അതായത് കോശ വിഭജനം ചില സമയത്ത് വളരെ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ അവിടെ താടനമേൽക്കുന്നത് കൊണ്ട് കോശ വിഭജനത്തിൻ്റെ ഭാഗമായി അമ്മകോശത്തിൻ്റെ തൽസ്വരൂപികളായ പുത്രികാകോശങ്ങളല്ലാത്ത വികലമായ കോശങ്ങൾ, ജനിതക ഘടന മാറ്റമുള്ള കോശങ്ങളുണ്ടാകും. ഇതിനാണ് മ്യൂട്ടേഷൻ അഥവാ ജനിതക ഉൾപരിവർത്തനം എന്ന് പറയുന്നത്. ഇതാണ് ക്യാൻസർ കോശങ്ങളുടെ തുടക്കം. ഇവിടെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്. അപ്പം ഈ മ്യൂട്ടേഷനാണല്ലോ ക്യാൻസർ കോശം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞത്. മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള താടനങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഒരു നിരന്തരമായ ഒരു മെക്കാനിക്കൽ ഇറിറ്റേഷൻ ഉണ്ട്. പല്ല് വായിൽ പൊട്ടിയിട്ട് മൂർച്ചയുള്ള പല്ല് നാവിനോ കവിളിനോ തട്ടുകയാണെങ്കിൽ അവിടെ വ്രണമുണ്ടാകുന്നു. ആ വ്രണം ഉണക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ റിപ്പയറിങ്, ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിരന്തരമായി അവിടെ കോശവിഭജനം നടക്കുന്നപ്പോൾ താടന എടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അമ്മകോശത്തിൽ നിന്നും വ്യത്യസ്തമായ കോശങ്ങളുണ്ടാകും. ഈ കോശങ്ങളുടെ ചിലപ്പോൾ മ്യൂട്ടേഷൻ പലവരും ഒരു കോശം പോലെ ഉണ്ടാകുമ്പോൾ വാറണ്ടില്ലാത്ത ജനിതക വ്യത്യാസമില്ലാത്ത കോശങ്ങൾ, ആ കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ, പെറ്റുവരുവാണ്. പല കണക്കിലും അമ്മകോശത്തിൻ്റെ തൽസ്വരൂപികളല്ല, അമ്മകോശത്തിൻ്റെ ജോലി ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ്. അമ്മകോശത്തിൻ്റെ ഒന്നുമില്ല. ഈ പെറ്റുവരിക, ഭ്രാന്തമായി പെറ്റുവരിക എന്നല്ലാതെ അതിന് വേറൊരു ജോലിയും ചെയ്യാൻ കഴിയില്ല. താരതമ്യേന ബലഹീനരായ കോശങ്ങളാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഭ്രാന്തമായി പെറ്റുവരുകുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചികിത്സ ഉപയോഗിക്കുന്നത്. അത് താരതമ്യേന ബലഹീനതാണ്, പക്ഷേ ഈ ഭ്രാന്തമായി പെറ്റുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, പല്ല് തട്ടിയിട്ടാണ്. കെമിക്കൽസ് കൊണ്ടുണ്ടാകും. പല പുകയില, മദ്യം, ഒരുപാട് രാസമാലിന്യങ്ങൾ നമ്മുടെ ദേഹത്തിലേക്ക് കയറ്റുന്നുണ്ട്. വായിലേക്കൂടിയും ജലത്തിലേക്കൂടിയും ഭക്ഷണത്തിലേക്കൂടി വരുന്നുണ്ട്. ഇവയെല്ലാം ഈ മ്യൂട്ടേഷൻ ഉണ്ടാവാൻ കാരണം. ചിലപ്പോൾ ചൂട്, കലശലായ ചൂട് ചില അവസ്ഥകളുണ്ടായിരുന്നു. ചുരുട്ട് തീയുള്ള ഭാഗം വായിലകത്ത് വെച്ച് വലിക്കുന്ന ശീലം ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിൽ ഉണ്ടുപോകും. അവിടെ വായിൽ കാണുന്ന ഒരു തരം ക്യാൻസറിനാണ് ചൂട്ട ക്യാൻസർ എന്ന് പറയുന്നത്. അത് ചികിത്സ കുറച്ചും കൂടി അത്ര എളുപ്പത്തിൽ വശം ആവാറില്ല. വളരെ നേരത്തെ ക്യാൻസർ ആവാറുണ്ട്. ബാക്കിയെല്ലാം ക്യാൻസറുകൾ ഒരു വർഷമൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് കാണാറ്. ചൂട് കൊണ്ടുണ്ടാവാം. ചില ഹോർമോൺസ് ഇതിന് കാരണമാവാം.
സെക്സ് ഹോർമോൺസ്, നമ്മൾ സെക്സ് ഓർഗൻസിലുള്ള ക്യാൻസർ, ബ്രസ്റ്റ്, യൂട്രസ്, ഓവറി, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റിലേക്ക് ക്യാൻസറുകൾ നമ്മുടെ ശരീരത്തിലെ സെക്സ് ഹോർമോൺസിൻ്റെ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്നതാണ്. ചില റേഡിയേഷൻസ് കൊണ്ടുണ്ടാവാം, എക്സ്റേ റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, ഇത് കൊണ്ടും മ്യൂട്ടേഷൻസ് ഉണ്ടാവാം. ചില വൈറസുകളും, എല്ലാ വൈറസുകളും ഇല്ല, ചില വൈറസുകൾ ഗർഭാശയങ്ങളെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നതും ലിവർ ക്യാൻസർ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞ വൈറസുകളും ഇതിന് ഉദാഹരണമാണ്. അപ്പം ഇവയെല്ലാം ചെയ്യുന്നത് കോശവിഭജനത്തിൽ താടനമുണ്ടാക്കി അമ്മക്കോശത്തു നിന്നും വ്യത്യസ്തങ്ങളായ കോശങ്ങളുണ്ടാകും. അപ്പം ഇതാണ് ഈ പ്രക്രിയകൾ നടക്കാൻ സാധ്യതയുള്ള എന്തൊക്കെയാണോ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രതികരണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പൊതുവായിട്ട് ഇതിനുള്ള കാരണങ്ങൾ, ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് കോശവിഭജനത്തിൽ താടനം വരുത്തുന്നതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ അനുഭവം നമുക്കുണ്ടാക്കുന്നത്? അതിൽ 30%, 1/3 പുകയിലയാണെന്ന് പറയുന്നത്. നമ്മുടെ ക്യാൻസർ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസറുകളുടെ ആകെത്തുക എടുത്താൽ അതിൻ്റെ പ്രചാരത്തിൻ്റെ കണക്കിൽ വെച്ച് നോക്കുമ്പോൾ 30% പുകയിലയാണ്. ഏകദേശം ഒരു 25% നമ്മുടെ ജീവിതശൈലിയുമായി, ഭക്ഷണം, വ്യായാമമില്ലായ്മ, വിശ്രമമായിട്ടാണ്. ഒരു 4% മദ്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു 59% വരും. ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ഗർഭാശയകള ക്യാൻസറുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടത് ഒരു 15-18%. പിന്നെ 1-2% എന്നുള്ള കണക്കിൽ പലതരം മാലിന്യങ്ങൾ കൊണ്ട്, ചില ഓക്കുപ്പേഷണൽ ഡിസീസ് എന്ന് പറയും, ചില ജോലികൾ ഉണ്ടാകുമ്പോൾ ആസ്ബസ്റ്റോസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോഴൊക്കെ വളരെ കുറയ്ക്കേണ്ട, അതിന് കണക്കായുള്ള ആവരണങ്ങളും കാര്യങ്ങളും ഉപയോഗിക്കാൻ ശീലിച്ചുകൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ട്. റോഡ് പണിക്ക് ടാർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും കയ്യുറ ഇടാതെ, ഗ്ലൗസ് ഇടാതെ സ്കിൻ ക്യാൻസർ ഉണ്ടാകും. അങ്ങനെ ഓക്യുപ്പേഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കാരണം അറിയാത്തതിൻ്റെ അതിലൊരു 5-10% പാരമ്പര്യം എന്ന് പറയും. അത് പാരമ്പര്യം എന്നുള്ളതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പാരമ്പര്യ രോഗമല്ലാതെ. പാരമ്പര്യ രോഗമെന്ന് പറയുന്നത് ഒരു അമ്മയിൽ നിന്നും മകൾക്ക്, അച്ഛനിൽ നിന്നും മകൾക്കോ മകനോ കൊടുക്കുന്ന അവസ്ഥയാണ്. അവിടെ ആ ആ രോഗം അടയാളപ്പെടുത്തിയ ഒരു ജീൻ കൈമാറപ്പെടുന്നുണ്ട്. അമ്മയിൽ നിന്നും, അതായത് പാരൻറ്റിൽ നിന്നും സന്തതിക്ക് കൈമാറപ്പെടുന്നു. അങ്ങനെയുള്ള ഇതിന് മാത്രമേ പാരമ്പര്യം എന്ന് പറയാറ്. ഒരുപാട് രോഗങ്ങൾ നമുക്കറിയാം, ഹീമോഫീലിയ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ അറിയാം. ക്യാൻസർ അങ്ങനെയില്ല. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, മ്യൂട്ടേഷനാണ് ക്യാൻസറിന് കാരണം. മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യത എല്ലാ വ്യക്തികളിലും ഒരുപോലെയല്ല. ചില ശരീരങ്ങളിൽ പ്രത്യേകതയാണ്, ചില ശരീരങ്ങളിലും ചില കോശങ്ങളിൽ, സ്ത്രീകളിൽ ചിലപ്പം ബ്രസ്റ്റിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാധ്യത, മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന ചില ജീനുകളുണ്ട്. ഈ ജീനുകൾ പകർന്നു കിട്ടാം. അപ്പം ക്യാൻസർ പകർന്നു കൊടുക്കുന്നില്ല, ക്യാൻസറിന് ഉണ്ടാക്കുന്ന, പ്രകോപനം ഉണ്ടാക്കുന്ന ഘടകങ്ങളെ പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം, ബ്രസ്റ്റ് ക്യാൻസർ സമയത്തോളം BRCA1, ബ്രക്ക ജീൻ 1, 2 എന്ന് പറഞ്ഞ 2 ജീനുകൾ അടയാളപ്പെട്ടിട്ടുണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഓവേറിയൻ ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇങ്ങനെ 3-4 തരം ക്യാൻസറുകൾക്ക് ഇത് ഒരു കാരണമായിട്ട്, ഈ ജീൻ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ ഒരു അമ്മയിൽ നിന്നും മകൾക്ക് ഈ ജീന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജീന് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അവർ 100 പേർക്ക് കിട്ടി 100 പേർക്ക് ഉണ്ടാവണം, അതില്ല. ഒരു 75-85% പേർക്ക് മാത്രമേ കിട്ടൂ. എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷവും 85% ഈ ബ്രക്ക ജീൻ കിട്ടിയത് കൊണ്ടുള്ള ക്യാൻസർ അല്ല. അവരിൽ ദേഹത്തൊക്കെ പരിശോധിച്ചാൽ ബ്രക്ക ജീൻ ഇല്ലാതെ തന്നെ ഉണ്ടായതാണ്. അപ്പം ബ്രക്ക ജീൻ അല്ല പ്രധാനമായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അവിടെയാണ് അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഘടകമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇത് തന്നെയാണ്. വളരെ വലിയൊരു ഒരു 2/3 നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. പുകയില, ജീവിതശൈലി മാറ്റം വരുത്തുക, മദ്യം ഒഴിവാക്കുക, മറ്റു വിധത്തിലുള്ള രാസമാലിന്യങ്ങൾ നമ്മുടെ ദേഹത്തിൽ വരാതിരിക്കാൻ നോക്കുക. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരിപാലിച്ചാൽ ഒരു 1/3 എങ്കിലും ക്യാൻസേഴ്സിനെ നമുക്ക് പ്രതിരോധിക്കാനാവുന്നു. മറ്റൊന്ന്,
നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകൾ പൂർണ്ണമായി രോഗം മാറ്റിയെടുക്കാൻ കഴിയുന്നു. നേരത്തെ കണ്ടുപിടിക്കും. ഏത് ക്യാൻസറും സ്റ്റേജ് 1 2 കണ്ടുകഴിഞ്ഞാൽ 100% മാറ്റി കിട്ടും. അപ്പം ആ അവസ്ഥയിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകൾ കണ്ടുപിടിക്കാം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ലക്ഷണങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു. മ്യൂട്ടേഷൻ ഉണ്ടായി ദേഹത്തിൽ എവിടെയെങ്കിലും ഒരു കോശ സമൂഹം ഉണ്ടായി, മ്യൂട്ടേഷൻ ഉണ്ടായി വികലമായ കോശങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആ വികലമായ കോശങ്ങളെ വിഴുങ്ങി മാറ്റാനുള്ള വളരെ സ്തുത്യർഹമായ ഒരു പ്രതിരോധ കോശ സംവിധാനം നമ്മുടെ ദേഹത്തിലുണ്ട്. അതിനെല്ലാം കണ്ണ് വെട്ടിച്ചു വേണം ഒരു ക്യാൻസർ ആവാൻ. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളെടുക്കുന്നത്, മാസങ്ങളും വർഷങ്ങളെടുക്കുന്നുണ്ട് ഒരു ക്യാൻസർ ആവാൻ. അല്ലാണ്ട് അപ്പോൾ ഈ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് കോശവിഭജന തലത്തിൽ ഇതുണ്ടാകുമ്പോൾ ആ കോശങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒരു ശരിയായ ഗണത്തിൽ ആ ജീവനെ തളർത്തുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അതായത് ഈ കോശ സമൂഹം എങ്ങനെയാണ് ആ ജീവിയുടെ ജീവനെടുക്കുന്നത്, അതിനാണ് നമ്മൾ സ്റ്റേജസ് എന്ന് പറയാം. അതിൻ്റെ ജൈത്രയാത്രയുടെ ഓരോ പടവുകൾ. ഒന്ന്, അത് സ്റ്റേജസ് നിങ്ങൾ പറഞ്ഞു കേട്ടും, സ്റ്റേജ് 4 ആണ് 3 ആണെന്ന് പറഞ്ഞു കേട്ടു. 5 സ്റ്റേജാണുള്ളത്. 0 1 2 3 4. അപ്പോൾ 5 സ്റ്റേജായി. അതിൽ 0 1 2 3 എന്ന് പറയുന്ന 4 സ്റ്റേജും പ്രൈമറി എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ ക്യാൻസർ പുറപ്പെട്ടത് ആ അവയവത്തിൽ തന്നെ ആ 4 ദിശയും കാണാൻ കഴിയും. ബ്രസ്റ്റിലാണെങ്കിൽ ആ ദിശയും കാണാൻ കഴിയും. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ആ അവയവത്തിൽ നിന്നും വ്യത്യസ്തമായ ദൂരെയുള്ള മറ്റൊരു അവയവത്തെ ബാധിക്കുന്നത്. ഇപ്പോൾ ബ്രസ്റ്റിലുള്ളത് ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ, തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ, ലിവറിനെ ബാധിക്കുകയാണെങ്കിൽ, ബോണിനെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയും. ഈ പ്രൈമറി സെക്കൻഡറിക്ക് മുന്നേ ഒരു അവസ്ഥയുണ്ട്, പ്രീ ക്യാൻസറസ് എന്ന് പറയും. അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചു, അമ്മക്കോശത്തു നിന്നും വ്യത്യസ്തമായ കോശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു, പക്ഷേ മരണവാറണ്ടില്ലാത്ത തനി കോശങ്ങൾ, ക്യാൻസർ കോശങ്ങളായിട്ടില്ല. ഈ അവസ്ഥയിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകളുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഈ മാറ്റം കാണിച്ചു തരുന്ന ക്യാൻസറുകളാണ് ഗർഭാശയകളെ ക്യാൻസറും വായിലെ ചെറുതരം ക്യാൻസറുകളും. അതായത് ലുക്കോപ്ലക്കിയ പറയുന്ന ഒരു പാടെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇത് ക്യാൻസറാകും, 5 10 വർഷം കഴിഞ്ഞാൽ ക്യാൻസറാകുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകൾ, നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് വേണം? ഇതാണ് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കി. അതല്ലാതെ പല ക്യാൻസറുകൾ, ഇപ്പം ഗർഭാശയങ്ങളെ ക്യാൻസർ സമയത്തോളം, വായിലെ ക്യാൻസർ സമയത്തോളം നമുക്ക് ക്യാൻസർ ആവുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിക്കാനാവും. മറ്റു പല ക്യാൻസറുകളെ പറ്റി അങ്ങനെ പറയാൻ കഴിയില്ല. താരതമ്യേന പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പക്ഷേ അത് എത്ര നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാനാവൂ എന്നതനുസരിച്ചിരിക്കും ആ ചികിത്സയുടെ വിധവും അതിൻ്റെ ഫലപ്രാപ്തിയും, രോഗം മാറുമോ, രോഗവിമുക്തി സാധ്യമാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവിടെയാണ് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഉപാധികൾ ഒരു പ്രധാന ഘടകം. ഓരോരുത്തർ ചെയ്യേണ്ട കാര്യം. ഒന്ന്, വായിലെ ക്യാൻസറിൻ്റെ സമയത്തോളം നിരന്തരമായി വായ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വായ എപ്പോഴും വൃത്തിയാക്കി വെക്കുക. വൃത്തിയാക്കിയാൽ അത് പല്ല് വെച്ചാൽ മാത്രം പോരാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടോർച്ച് അടിച്ച് വായയുടെ എല്ലാ ഭാഗവും നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉടനെ അത് സത്വര നടപടി അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഗർഭാശയങ്ങളെ ക്യാൻസർ സമയത്തോളം വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ കഴിയും. അതിനൊരു പാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് 2-3 വർഷം കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് എടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് അത് അറിയാൻ കഴിയും അത് ക്യാൻസർ ആവാൻ പോകുന്നുണ്ടോ എന്ന്. അവിടെ വെച്ച് അത് ക്യാൻസർ അല്ലാതാക്കാനുള്ള ചികിത്സയും ക്രയോതെറാപ്പി അല്ലെങ്കിൽ കോൾഡ് കോയാഗുലേഷൻ പറഞ്ഞുള്ള ചികിത്സാ വിധികളിലൂടെ അതിനെ ക്യാൻസറിനുള്ള അതിനോട്ടുള്ള പ്രയാണം തടയാനും സാധിക്കും. ഇങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ. ബ്രസ്റ്റ് ക്യാൻസർ സമയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഓരോ സ്ത്രീയും അവരവരെ തിരിച്ചറിയുകയും അതിൽ വരുന്ന എന്തു മാറ്റവും ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുകയും, കണ്ടുപിടിച്ചാൽ പോരാ, കണ്ടുപിടിച്ച ഉടനെ അതിൻ്റെ സംശയ നിവാരണം നടത്തുക. ഇതാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് ലോകത്തിൽ സ്ത്രീകളിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ക്യാൻസർ. ലോകത്തിലെ എല്ലാ ക്യാൻസറുകളുടെ കൂട്ടത്തിൽ 10-1 ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് പറയുന്നത്. സ്ത്രീകളിലെ ക്യാൻസറുകൾ 4-1 പറയുന്നത്. പക്ഷേ അതിലുള്ള ഏറ്റവും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറും കൂടിയാണ്. എന്നിട്ടും മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളെക്കാൾ എത്രയോ 10 മടങ്ങ് ബ്രസ്റ്റ് ക്യാൻസർ കേസുകൾ
പുറം രാജ്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടത്തേക്കാളും എത്രയോ ഇരട്ടി മരണങ്ങൾ ഇവിടെ നടക്കുന്നു. അതിന് കാരണം നമ്മൾ ലേറ്റ് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് സ്റ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് ഒളിപ്പിച്ച് വെക്കുന്നു, നീട്ടി വെക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ട, നമ്മുടെ ജീവിതശൈലി മാറ്റിയെടുക്കേണ്ടത്. അതായത് ഇതിന് നമ്മൾ ഒരുങ്ങിയിരിക്കുക. ക്യാൻസർ എനിക്ക് വരില്ല എന്നുള്ള സമീപനമല്ല, എനിക്ക് വരാൻ പോകുന്നു, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞ വാർഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നൊരുങ്ങുകയും ചെയ്യുക, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ തന്നെ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുന്ന ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാറുണ്ട്. ഇനി മൂന്നാമത്തെ ഇനത്തിലാണ് കണ്ടുപിടിക്കാൻ താമസിച്ചു പോയെങ്കിൽ അതിന് സത്വര ചികിത്സ കൊടുത്തുകൊണ്ട് നിലവാരം കൂട്ടുന്ന വിധത്തിലുള്ള ജീവിത കാലാവധി എത്ര നീട്ടാൻ കഴിയുന്ന കണക്കുള്ള നല്ല ചികിത്സ കൊടുക്കുകയും ചെയ്യാം. ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ സ്റ്റേജ് 4 ആകുന്ന കേസുകൾ സമയത്തോളം സാധാരണ 1 വർഷമായിരുന്നു കാലാവധി. 1 വർഷം ഒരിക്കലും ഉണ്ടാകാറില്ല. അതിന് ആ രോഗത്തിന് ആ വ്യക്തി കീഴ്പ്പെടാറുണ്ട്. ഇന്നതല്ല, ഇന്ന് 2, 3, 5, 10, 15 വർഷങ്ങൾ നീട്ടിയെടുക്കാനുള്ള ചികിത്സയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നും സ്റ്റേജ് 4 എന്നുള്ളത് പൂർണ്ണ സുഖപ്രാപ്തി അപ്രാപ്യം എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പം ആ ഇനത്തിലുള്ള പലരെയും മാറ്റിയിട്ട് ഈ കണക്കിലുള്ള ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. ചോദ്യങ്ങൾ: രോഗനിർണയം എങ്ങനെയാണ്? എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത്? രോഗം നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് രോഗലക്ഷണങ്ങൾ അറിയണം. രോഗലക്ഷണങ്ങൾ ഏത് രോഗലക്ഷണം, നമുക്ക് എന്ത് അസുഖം വരുന്നുണ്ടാവും, ഏതായാലും തടിപ്പാവാം, മുഴയാവാം, അൾസറാവാം, രക്തം പോക്കാവാം, മൂത്രതടസ്സം, ഏത് ഇതും ക്യാൻസറിൻ്റെ ആവാം. അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ ക്യാൻസറിൻ്റെ മാത്രമല്ലതാണ്. അപ്പോൾ ആ കണക്കിൽ വെള്ളം കണ്ടാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രധാനമായും രക്തസ്രാവം നമ്മളെ ഏത് ദ്വാരങ്ങളിൽ നമ്മുടെ ശരീരദ്വാരങ്ങളിൽ കൂടിയല്ല, യോനിയിലേക്ക് കൂടി ആവാം, ഗുദത്തിലേക്ക് കൂടി ആവാം, മൂക്കിലേക്ക് കൂടി ആവാം, വായിലേക്ക് കൂടി ആവാം, തൊലിപ്പുറത്താവാം, ചെവിയിലേക്ക് കൂടി ആവാം. ഇതെല്ലാം ക്യാൻസറിൻ്റെയും കൂടി കാരണമാവാം. മുഴകൾ പലപ്പോഴും ക്യാൻസർ അല്ലാതിരിക്കാനാണ് സാധ്യത. ആകെയുള്ള ക്യാൻസർ വെച്ചാൽ ഒരു 60% ക്യാൻസർ അല്ലാത്ത മുഴകളാവാനാണ് സാധ്യത. പക്ഷെ അല്ല എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വ്രണങ്ങൾ ഉണങ്ങാതിരിക്കണമെങ്കിൽ ചില വ്രണങ്ങൾ, ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന വ്രണം, വേരിക്കോസ് അൾസർ കൊണ്ടുണ്ടാകുന്ന വ്രണം, ഇതൊക്കെ തന്നെ ചിലപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചികിത്സിച്ചാൽ മാറാതെ പോകും. പക്ഷെ അതുകൊണ്ട് അത് ക്യാൻസർ ആകാത്തല്ല. പക്ഷെ 1 മാസത്തിൽ കൂടുതൽ ഒരു വ്രണം ഉണങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ല എന്ന് കണ്ടുപിടിക്കേണ്ട ടെസ്റ്റ് ചെയ്യണം, ബയോപ്സി ചെയ്യണം. അങ്ങനെയാണ് അതിനുള്ളത്. പിന്നെ വിഴുങ്ങുവാനുള്ള വിഷമം കൂടുന്നുണ്ടെങ്കിലും, ശബ്ദമടപ്പ് കൂടി വരുന്നുണ്ടെങ്കിലും, മൂത്രസംബന്ധമായ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിലും, മലബന്ധവും വയറിളക്കവും മാറി വരുന്ന ആവശ്യം മലാശയത്തിലും വൻകോട്ടിലും ഉണ്ടാകുന്ന ക്യാൻസറുകളുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഏതാനും ദിവസങ്ങളും മലം പോകാതിരിക്കും, പോകുമ്പം ഇളകിപ്പോവും, ചിലപ്പോൾ അതിനകത്ത് രക്തമെല്ലാം കാണുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അകാരണമായ പനി, ചിലപ്പം നീണ്ടു നിൽക്കുന്ന പനി, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, നമ്മുടെ സിസ്റ്റമിക് ക്യാൻസേഴ്സ് എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ, ലിംഫോമ, മൈലോമ തുടങ്ങിയ ക്യാൻസറുകളുടെ ഒരു ലക്ഷണമാണ്. 2 ദിവസം പനിക്കും, പിന്നെ പനി അങ്ങ് പോയി തോന്നുന്നു, ഒരാഴ്ച 10 ദിവസം പിന്നെയും കാണാൻ 2-3 ദിവസം പനിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പനി ഇതുപോലെ ക്യാൻസർ ലക്ഷണമാവാം. ശരീരം മെലിച്ചുണ്ടാകും. വേദനയാണ് സാധാരണ പറ്റി പറയുന്നത്. വേദന ഇല്ലാത്തതാണ് ക്യാൻസറിൻ്റെ ഒരു മിടുക്ക്, നമ്മളെ തോൽപ്പിക്കുന്നതിൻ്റെ ഒരു മിടുക്കാണ്. സാധാരണ കണക്കിൽ ക്യാൻസറിൻ്റെ വേദന വരുന്നത് അതിൻ്റെ അവസാന ദിശകൾ, അതായത് അതിൻ്റെ കോശങ്ങളെ വേദന ഉള്ളിലെ കോശങ്ങൾക്കൊന്നും വേദന സംവേദന ഞരമ്പുകളില്ല. അപ്പം അതിൻ്റെ പുറത്ത് കവചം എത്തുമ്പോൾ അവിടെയാണ് പെയിൻ ഫൈബേഴ്സ് ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്കാണ് പെയിൻ തുടങ്ങുന്നത്. അപ്പോൾ ലങ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. ലങ്സ് കഴിഞ്ഞ് ഫ്ലൂറെ അതിൻ്റെ കവചത്തിന് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലിനെ ബാധിക്കുന്ന സമയത്താണ് ഉണ്ടാവുക. ഇതിനൊരു അപവാദമുള്ളത് ബോൺ ക്യാൻസറാണ്. ബോൺ ക്യാൻസറിൻ്റെ പ്രത്യേകത വേദനയാണ് ആദ്യം. അപ്പം ഏത് എല്ലിൻ്റെ മുകളിലും ആദ്യമായി തൊട്ട് നോക്കുമ്പോഴോ അല്ലാതെയോ വേദന തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് താരതമ്യേന യങ് ഏജിലാണ് ബോൺ ക്യാൻസർ വളരെ വിരളമാണ്. പക്ഷേ താരതമ്യേന യങ് ഏജിലാണ് അത് കാണുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുക എന്നാണ് നമ്മൾ ഉണ്ടാകുക. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഡോക്ടർ രോഗം നിർണ്ണയിക്കുന്നത് ഒന്ന് ഈ ലക്ഷണങ്ങളുടെ ചരിത്രം വെച്ചുകൊണ്ട്. ഇപ്പോൾ മുഴയാണ്, ഈ മുതൽ എത്ര കാലമായുള്ളൂ? മുഴ മാസങ്ങളോളായി.
അല്ലെങ്കിൽ ഞാൻ ജനിച്ച മുതൽക്ക് എനിക്ക് അറിയുന്ന കാലം മുതൽക്കേ ഉണ്ട്, അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്നു. ക്യാൻസർ ആവാൻ സാധ്യത കുറവാണ്. പക്ഷേ 2-3 മാസമായിട്ടുള്ള മുഴയാണ്, അത് ഇപ്പം കുറച്ച് കൂടുതലാവുന്നുണ്ട് ഡോക്ടറെ, അതിന് ചോര പൊടിയുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ തൊലി പൊട്ടി വരുന്ന അൾസർ ആകുന്നുണ്ട് എന്ന് പറയുമ്പോൾ സംശയം ക്യാൻസറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ഒന്നുകൂടി സംശയം വരും. അങ്ങനെ മുഴകളാണെങ്കിലും ഇതുപോലെ ഏത് ലക്ഷണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രം വെച്ച് ഡോക്ടർ കുറച്ച് മനസ്സിലാക്കും. മറ്റ് പരിശോധനകളുണ്ട്, ഡോക്ടർ തൊട്ട് നോക്കിയാൽ ചില മുഴകളൊക്കെ ഡോക്ടർ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാതെ ബിനൈനാണ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത മുഴ എന്നർത്ഥം, അല്ല മാലിഗ്നൻ്റ് ആണോ, ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണോ എന്നർത്ഥം. അത് തിരിച്ചറിയുവാൻ സാധിക്കും ഡോക്ടർ പരിശോധന. പക്ഷേ പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻസാണ് ക്യാൻസറിനെ നമ്മളെ ക്യാൻസറാണ് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതിനകത്ത് രക്ത ടെസ്റ്റിന് വലിയ പ്രശ്നമില്ല. രക്താർബുദത്തിനൊഴികെ മറ്റ് ക്യാൻസറുകൾക്കൊന്നും നിർണയ ഉപാധി എന്ന കണക്കിൽ രക്ത ടെസ്റ്റുകൾക്ക് പങ്കില്ല. ഒരുപാട് ക്യാൻസർ ടെസ്റ്റുകൾ, രക്ത ടെസ്റ്റുകളുണ്ട്. അവയെല്ലാം തന്നെ ചികിത്സയെ സഹായിക്കുന്ന, അതായത് ചികിത്സിക്കുമ്പോൾ ചികിത്സ ഫലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രക്ത ടെസ്റ്റുകളാണ്. PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് എൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അത് കൂടുതലായതുകൊണ്ട് മാത്രം ക്യാൻസർ ഉണ്ട് എന്ന് അർത്ഥമില്ല. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ച ശേഷം ചികിത്സിക്കുമ്പോൾ ഇതിൻ്റെ PSAൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ചികിത്സ ഫലിക്കുന്നുണ്ട് എന്നർത്ഥം. ആ കണക്കിലുള്ള രക്തപരിശോധനകൾ പ്രധാനമായിട്ടും കഴിഞ്ഞ 10-50-60 വർഷം കൊണ്ട് ക്യാൻസർ ചികിത്സയെയും നിർണയത്തെയും മാറ്റിമറച്ചത് ഈ ഒരുപാട് ഇമേജിംഗ് ടെക്നിക്സും എൻഡോസ്കോപ്പികളാണ്. എക്സ്റേ നമുക്കന്ന് വർഷങ്ങളായി ഉണ്ട്. അതിനുശേഷം USG വന്നു, MRI, CT സ്കാൻ, PET സ്കാൻ, മാമോഗ്രാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇമേജിംഗ് ടെക്നിക്സാണ് അതിൻ്റെ വലിയൊരു സഹായം വൈദ്യശാസ്ത്രത്തിനും വൈദ്യലോകത്തിന് തന്നത്. മറ്റൊന്ന് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളത് നമ്മൾ ബൾബ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻഡോസ്കോപ്പികൾ. ഏത് ദ്വാരത്തിലേക്ക് കൂടിയും ബൾബ് ഇറക്കിക്കൊണ്ട് ലീഷനുള്ള സ്ഥലത്ത് കൃത്യമായി ചെന്ന് കാണാനും അതിൽ വേണമെങ്കിൽ കൃഷ്ണെടുത്ത് പരിശോധിക്കാനും കഴിയുന്ന ടെസ്റ്റുകൾ. ഇവയ്ക്കാണ് രോഗനിർണയത്തിന് സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ക്യാൻസറുള്ള ഭാഗത്തിൽ നിന്നും കോശങ്ങളോ കലകളോ എടുത്ത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ക്യാൻസർ കോശങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഏത് ഡോക്ടർക്കും, ഏത് കൊലകൊമ്പൻ ഡോക്ടർക്കും ചികിത്സിക്കാനുള്ള അധികാരമുള്ളൂ. അതതിൻ്റെ മോഡേൺ മെഡിസിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഒരു അലിഖിതമായ നിയമമാണ്. അതൊരു വിട്ടുവീഴ്ചയല്ല. അതിന് വിട്ടുവീഴ്ച അടുത്ത കാലത്തായി കുറച്ച് വന്നിട്ട് ചില ഇമേജിംഗ് PET സ്കാൻ പോലെയുള്ളതൊക്കെ അതിൽ തന്നെ അത് മാലിഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ബയോപ്സി ചെയ്യാതെ തന്നെ ചെയ്യാറുണ്ട്. അപ്പം ബയോപ്സി ചെയ്യലാണ്. ബയോപ്സി അതായത് ഹിസ്റ്റോ പെത്തോളജിക്കൽ എക്സാമിനേഷൻ എന്നാണ് പറയുക. ആ കോശത്തിനെയോ അല്ലെങ്കിൽ സൈക്കോളജിയോ ടിഷ്യൂവിനെയോ എടുത്ത് പരിശോധിക്കുന്നത്. ഇത് 2 കണക്കിലാണ് ചെയ്യാറ്. ഒന്ന് ബയോപ്സി, 2 സൈറ്റോളജി. ബയോപ്സി എന്ന് പറയുന്നത് ആ മുഴയെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒരു കഷ്ണം, നമ്മൾ കേക്കിന് ഒരു കഷ്ണം എടുക്കുന്ന പോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടോ, അല്ല അതിനൊരു നുള്ളു മാത്രം, അതിനൊരു പ്രത്യേകിച്ച് കൊടിലുണ്ട്, പഞ്ച് ബയോപ്സി എന്ന് പറയുന്ന സാധനം, അതിനെക്കൊണ്ട് ഒരു നുള്ളു മാത്രം എടുത്തുകൊണ്ട് പരിശോധന 100% അത് ആണോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉപാധിയാണ് ബയോപ്സി. ബയോപ്സി ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്, തിയേറ്ററിൽ തന്നെ ചെയ്യേണ്ട സാധനമാണ്. സൈറ്റോളജി വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, ഞാൻ പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ഞങ്ങളുടെ ക്യാമ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന സൈറ്റോളജിയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഏകദേശം 90-95% ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ മുഴയോ അൾസറോ ഉള്ള ഭാഗത്ത് നമ്മൾ ഒരു നീഡിലിറക്കിക്കൊണ്ട് ആ ജ്യൂസിൽ നിന്നും വരുന്ന കോശങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ കോശങ്ങളുണ്ടെങ്കിൽ അത് ഒരു ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. അത് അല്ല, ക്യാൻസർ കോശങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ല എന്ന് 100% പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബയോപ്സി ആയാലും അങ്ങനെയല്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ രണ്ടാമതും FNAC ചെയ്യുകയോ അല്ലെങ്കിൽ ബയോപ്സി എന്ന് ചെയ്ത് സ്ഥിരീകരിക്കുകയാണ് നല്ലത്. അപ്പം അങ്ങനെയാണ് ക്യാൻസർ നിർണ്ണയിക്കുന്നത്. ക്യാൻസർ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല. അത് പിന്നെ അറിയേണ്ടത് അതിൻ്റെ സ്റ്റേജിങ് ആണ്. എല്ലാ ക്യാൻസറുമായിട്ടും എത്രാം സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ,
ചികിത്സ എത്ര സ്റ്റേജ് കുറയുന്നു അത്രയും വിജയസാധ്യതയാണ്. 0, 4 അതിൻ്റെ 4 സ്റ്റേജുകൾ ഞാൻ പറഞ്ഞു. പ്രൈമറി 0, 1, 2, 3 4th ഉണ്ട്. 0 ആണെങ്കിൽ ഏകദേശം 100% നമുക്ക് മാറ്റാൻ കഴിയും. 1ലാണെങ്കിൽ നമുക്ക് ഏകദേശം 95% ആവും. 2ലാണെങ്കിൽ ഏകദേശം 85 to 95 ആവും. 3 ആകുമ്പോൾ വളരെ കുറയുന്നു, 75 മുതൽ ഒരു 82 വരെ പെട്ടെന്ന് കുറയാണ്. അപ്പം 2ലെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റേജ് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് നിർണ്ണയിക്കലാണ്. അതിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ദേഹത്ത് മറ്റെങ്കിലും അവിടെ എത്തിയോ, ഈ രോഗം എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനുകളും വേറെ ബ്ലഡ് ടെസ്റ്റുകളും ചില ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ, അതായത് ഈ ടിഷ്യൂവിൻ്റെ അതിൻ്റെ ഘടനകൾ പഠിച്ചുകൊണ്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ. ഇൻഫാക്ട് ഈ ടെസ്റ്റുകളും കാര്യമൊക്കെയാണ് ശരിക്കും ക്യാൻസർ ചികിത്സേൻ്റെ ഏറ്റവും വലിയ ചിലവേറിയ ഭാഗങ്ങളെന്ന് പറയാം, ചികിത്സയെക്കാളും ഒരു പക്ഷേ. ആ കണക്കിൽ ചെയ്തിട്ടാണ് ക്യാൻസർ നിർണ്ണയിക്കുന്നത്. ക്യാൻസർ ചികിത്സയോ അപ്പോൾ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ ചികിത്സ നമുക്കറിയാം എന്താണ് നമുക്ക് ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേഹത്ത് നിന്നും ക്യാൻസറിനെ എടുത്ത് മാറ്റുക. അപ്പം സർജറി ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. അതായത് എടുത്തു കഴിയുന്ന മുഴയാണ്. എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്ന കണക്കിൽ ഒതുങ്ങി നിൽക്കുന്ന മുഴയാണെങ്കിൽ ബെസ്റ്റ് ക്യാൻസർ സർജറിയാണ്. സർജറിയോടെ പ്രശ്നങ്ങൾ തോന്നും. മിക്കപ്പോഴും ആ അവസ്ഥയിലായിരിക്കില്ല. സർജറി ചികിത്സയെ ഞാനെപ്പോഴും ഒരു സംഗീത കച്ചേരി ഉപയോഗിക്കാം. നമ്മളിപ്പം എത്ര വലിയ ഗായകനാണെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പാടുമ്പോൾ ഒരു പക്കമേളോടുകൂടി പാടുന്നതിൻ്റെ ഗുണം കിട്ടില്ല. എല്ലാ ഓർക്കസ്ട്രയും വെച്ച് പാടും. അതേപോലെയാണിത്. ഇപ്പം നിങ്ങളൊരു മുഴയായിട്ട് പോകുന്നത് നിങ്ങൾ കുടുംബ ഡോക്ടറെ അടുത്തായിരിക്കും. കുടുംബ ഡോക്ടറായിരിക്കും ചിലപ്പോൾ ആദ്യം കാണുന്നത്. അദ്ദേഹം കാണിച്ചത് മുഴ സംശയം ഉണ്ടല്ലോ, നമുക്കൊന്ന് സർജനെ കാണിക്കാൻ സർജൻ കാണിക്കുന്നു. സർജൻ അതിൽ ഒന്നുകിൽ മുറിച്ചെടുത്തിട്ടോ അതിനൊരു കുത്തി എടുത്തിട്ടോ പെത്തോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടറത്തേക്ക് വിടുന്നു. പെത്തോളജിസ്റ്റ് അത് ക്യാൻസറാണെന്ന് നിർണ്ണയിക്കുന്നു. അവർ ഈ കടലാസ് കൊണ്ട് സർട്ടിഫിക്കറ്റ്, ഇത് ക്യാൻസറാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ സർജൻ്റെ അടുത്ത് ചേരുന്നു. സർജൻ പറഞ്ഞു നിങ്ങളൊന്ന് ക്യാൻസർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊന്ന് പോകാം. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് 3 തരമാണ്. സർജറി ചെയ്യുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, കീമോ ചെയ്യുന്ന മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ചെയ്യുന്ന റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. ഇവരുടെ ആരുടെ നിങ്ങൾ പോയാലും, ഇപ്പോൾ സർജൻ എടുത്താൽ പോയി കഴിഞ്ഞാൽ അതിന് ഉടനെ കീറി മുറിക്കുകയോ, റേഡിയേഷൻ എടുത്ത് ഓങ്കോളജിസ്റ്റ് അതിന് ഉടനെ റേഡിയേഷൻ തരികയല്ല. ഇവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് അതിനൊരു ട്യൂമർ ബോർഡ്, ഏത് ആശുപത്രിയിലും അങ്ങനെ ഒരു ട്യൂമർ ബോർഡുണ്ട്. ഒരു സർജന അദ്ദേഹം ഒപ്പി കാണുന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ട്യൂമർ ബോർഡിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇവരെല്ലാവരും ഇരുന്നു കൊണ്ട് ഇത് എടുത്തു കളഞ്ഞാൽ മാത്രം മതിയോ, സർജറി മാത്രം മതിയോ? അല്ല, ഇത് കുറച്ച് വലുപ്പമുണ്ട്, ഇത് ആദ്യം ഒന്ന് റേഡിയേഷനും കീമോ കൊടുത്തൊന്ന് ചുരുക്കിയ ശേഷം എടുക്കുന്നതായിരിക്കുമോ നല്ലത്? അല്ല, ഇത് ഒന്നും ആവശ്യമില്ല, കീമോതെറാപ്പി മാത്രമേ ആവശ്യമുള്ളൂ. അല്ല, ഇതിന് റേഡിയേഷൻ മാത്രമാണ്. അല്ല, ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം റേഡിയേഷൻ കീമോ എല്ലാം ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു കൂട്ടായ ചർച്ചയോടുകൂടി, അതാണ് ഇതിൻ്റെ ചികിത്സയുടെ മഹാത്മ്യം. ആ കണക്കിൽ മാത്രമേ, ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചികിത്സ പാടുള്ളൂ എന്നുള്ളത്. ഇതല്ലാതെ ക്യാൻസർ കീമോവും മറ്റോ അല്ലാതെ വേറെ ഒരുപാട് ഞാൻ പറഞ്ഞു ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയില്ല ഒരുപാട് ചികിത്സാ വിധികളുണ്ട്, പറഞ്ഞാൽ ഒതുങ്ങാത്തതിനകത്ത്. ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായി. ആ ടെസ്റ്റുകളൊക്കെ തന്നെ വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷെ അതേ സമയത്ത് പലപ്പോഴും ഡോക്ടറെ ചികിത്സയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. CA 125, CEA, AFP തുടങ്ങിയിട്ടുള്ള ഓരോ ക്യാൻസറിനും അതിൻ്റെ ബ്ലഡിൻ്റെ ഒരു സ്കാനോ മറ്റും ചെയ്യാതെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ രോഗം പതിക്കുന്നുണ്ടോ, രോഗം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ക്യാൻസർ സമയത്തോളം ഞാൻ അത് അതിൻ്റെ സംക്ഷിപ്തമാക്കി പറയാം. നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിന് ഒരുങ്ങിയിരിക്കുക, നേരായി ഒരുങ്ങുക. നേരായി ഒരുങ്ങുക. ഇതിൻ്റെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതിൻ്റെ വേണ്ടത്? ദുശ്ശീലങ്ങളെല്ലാം ഒഴിവാക്കുക. നമുക്ക് ദുശ്ശീലങ്ങൾ തന്നെയാണ്, അതിനെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കുക. ആഹാരം ശീലങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള വ്യായാമവും വിശ്രമവും ശരിക്കുന്നുണ്ടെന്ന് പ്രവർത്തിക്കുക. നമ്മുടെ ലൈംഗിക ജീവിതം വളരെ ആരോഗ്യപരവും ശുചിത്വപൂർവ്വമാക്കുക. വെയിൽ, അനാവശ്യമായിട്ടുള്ള ഉച്ചവെയിൽ, അത് നമ്മളെ സമയത്തോളം വലിയ പ്രസക്തമല്ല. വെസ്റ്റേൺ കൺട്രീസിലെ സ്കിൻ അൾസർ വളരെ കൂടുന്നതിൻ്റെ ഒരു കാരണം അവിടുത്തെ അൾട്രാവയലറ്റ് റേഡിയേഷൻസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രതിരോധത്തിൻ്റെ ഭാഗമായി പ്രധാനമായും
വാക്സിൻസ് വല്ലതും ഉണ്ടെങ്കിൽ, വാക്സിൻസിൻ്റെ കാര്യം ഒന്ന് പറയേണ്ട പ്രത്യേകിച്ച്. ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്നത് സാധാരണ കാലത്തിൽ നമ്മൾ പോളിയോക്കും മറ്റും കൊടുക്കുന്ന പോലെ വാക്സിൻ അല്ല. പക്ഷേ പ്രിവെൻറ്റീവ് വാക്സിൻ അല്ല, ട്രീറ്റ്മെൻറ്റ് വാക്സിൻസാണ്. പ്രിവെൻറ്റീവ് വാക്സിൻസ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് രണ്ടെണ്ണത്തിനാണുള്ളത്. ഒന്ന് ഗർഭാശയകല ക്യാൻസർ, HPV വാക്സിൻ എന്ന് പറയുന്നത്. മറ്റത് ലിവർ ക്യാൻസറിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഉള്ള വാക്സിൻ. ഇത് രണ്ടും ക്യാൻസർ ഉണ്ടാവാൻ കാരണമായിട്ട് ഈ വാക്സിനുകൾ ഉപയോഗിക്കും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സംബന്ധിച്ചിടത്തോളം വളരെ ഫലവത്തായ ഒരു വാക്സിനാണിത്. ഇത് നമ്മുടെ പുറം രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ, ചൈനയിലെല്ലാം അവരുടെ പോപ്പുലേഷൻ്റെ പെൺകുട്ടികൾക്ക് മുഴുവൻ അത് കൊടുത്തു കഴിഞ്ഞു. അതായത് അതൊരു ലൈംഗിക ശീലം കൊണ്ടുണ്ടാകുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ഗർഭാശയകല ക്യാൻസർ എന്നുള്ളതുകൊണ്ട് സെക്ഷുവൽ കോൺടാക്റ്റ് ആവുന്നതിന്, സെക്ഷുവൽ ഡെബ്യൂ ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കും. കൗമാര പ്രായത്തിൽ തന്നെ ഒരു 10-12 വയസ്സിന് തന്നെ ഡോസ് 2 ഡോസ് മരുന്ന് കൊടുക്കുകയാണ്. നമുക്കിവിടെ അവൈലബിൾ ആ മരുന്നാണ്. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾ ഇത് അവരുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ള ഒന്ന് അതിൻ്റെ സാമ്പത്തിക വശം തന്നെ. ഏകദേശം 2000-3000 രൂപ ഒരു ഡോസിനുണ്ട്. പക്ഷേ ഈ 2000-3000 തരുന്ന പ്രൊട്ടക്ഷൻ, അത് 2 ഡോസ് 6000 തന്നെ കൂട്ടി, എങ്കിൽ പോലും പിൽക്കാലത്ത് ഈ ഒരു ക്യാൻസർ വരുന്നില്ല. ഏകദേശം 100% ക്യൂർ റേറ്റ് തരുന്ന, പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വാക്സിനാണിത്. അതിൽ തന്നെ പലതരം വാക്സിനുകളുണ്ട്. ഇത് ശരിക്കും പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കൂടി കൊടുക്കണമെന്നാണ്. ചൈനയിലൊക്കെ ആൺകുട്ടികൾക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ചില രാജ്യങ്ങൾ വേണ്ട. അത് ഗർഭാശയകല ക്യാൻസറിന് ബാധിക്കുന്ന HPV സ്ട്രെയിൻസ് 16-18 സ്ട്രെയിൻ, അവ മാത്രം അടങ്ങുന്ന വാക്സിനുണ്ട്, ബൈവാലൻ്റ് വാക്സിൻ. അതിന് താരതമ്യേന വില കുറവായതുകൊണ്ട് ചില രാജ്യങ്ങൾ അത് മാത്രം, അതുകൊണ്ട് ഗർഭാശയകളെ മാത്രം നമുക്ക് തടയാവുന്നതാണ്. അല്ലാതെ നാനോവലൻ്റ് 9 ആയിട്ടുള്ള വേറെ ഒരുപാട് സ്ട്രെയിനുകൾ, 9 സ്ട്രെയിനുകൾക്ക് എതിരായിട്ടുള്ള വാക്സിനുണ്ട്. അത് പുരുഷന്മാരിലും ഉണ്ടാകുന്ന വാർക്ക് തുടങ്ങിയിട്ടുള്ള HPV എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അരിമ്പാറയുണ്ടല്ലോ, ആ അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസാണ്. അതേ വൈറസിൻ്റെ സ്ട്രെയിൻ വരെയാണ് മാത്രം. അതായത് അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസിന് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയില്ല. ഗർഭാശയകല ക്യാൻസർ ഉണ്ടാകുന്നത് ഈ അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസിൻ്റെ കൂടുതൽ രൂക്ഷമായ രൂപത്തിലുള്ള വൈറസാണ്. ആ ക്യാൻസറിന് പോലും ആ വൈറസിന് പോലും ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ആ ഗർഭാശയകലത്ത് അത് നിന്നെങ്കിലും അത് ക്യാൻസർ ആവാതെ പോകുന്നു. മിക്കപ്പോഴും ഒരു 1-2 വർഷം കൊണ്ട് തന്നെ അത് നശിച്ചു പോവുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി, ആ സ്ത്രീയുടെ ഇമ്മ്യൂണിറ്റി അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് മാത്രമാണ് അത് ക്യാൻസറിലേക്ക് പോകുന്നത്. ആ അവസ്ഥയാണ് നമുക്ക് നേരത്തെ അതായത് ക്യാൻസർ ആവുന്നതിന് മുമ്പേ വൈറസ് ചെന്നിട്ട് അതിൻ്റെ ലൈനിങ്ങിൽ വരുന്ന മാറ്റം കണ്ടുപിടിക്കാനാണ് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ക്യാൻസറിനെ പറ്റി പറയാനുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും ലഘൂകരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ്. അതിനെ ഏറ്റവും എത്ര സിംപ്ലിഫൈഡ് ആവും അത്ര സിംപ്ലിഫൈഡ് ഒക്കെ പറയാം. ഈ കണക്കിലൊന്നല്ല ഇതിൻ്റെ വശങ്ങൾ പറയുമ്പം. ഇതിനിടെ ഞങ്ങളുടെ ഒരു വെബിനാറിൽ ഡോക്ടർ ജെയിം എബ്രഹാം എന്ന് പറഞ്ഞ തളിപ്പറമ്പുകാരനാണ്. അദ്ദേഹം USA ക്ലീവ്ലാൻഡ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനാണ്. അതെ, അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ തന്നെ 37 തരമുണ്ടെന്ന്. നമുക്കതിൻ്റെ ബാഹുല്യം മനസ്സിലാക്കും. അപ്പം ആ കണക്ക് ഉള്ള ഒരു വിഷയത്തിലേക്കല്ല ഞാൻ പോയത്. ഇതിൻ്റെ ബേസിക് അടിസ്ഥാനമായി എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു, എങ്ങനെ നമുക്ക് തടയാനാവും. അപ്പം നമ്മളെ സമയത്തോളം ഇതിനെ പ്രതിരോധിക്കുക, നേരത്തെ കണ്ടുപിടിക്കുക, ഇത് രണ്ടാണ് ചെയ്യാനുള്ളത്. പ്രതിരോധിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞാൽ വായ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഗർഭാശയകല ക്യാൻസറിൻ്റെ ടെസ്റ്റ് പാപ്സ്മിയർ ഈ 2-3 ദിവസം ചെയ്യുക. മറ്റ് സ്വയം സ്ഥല പരിശോധന ഏറ്റവും പ്രധാനമാണ്. സ്വയം സ്ഥല പരിശോധന കൊണ്ട് ഏറ്റവും ബ്രസ്റ്റിലെ ക്യാൻസർ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് അത് പൂർണ്ണ സുഖപ്രാപ്തി ആവുന്ന അവസ്ഥയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മറ്റെന്ത് രോഗലക്ഷണങ്ങളുണ്ടെങ്കിലും ഞാനിപ്പം പറയും, ഈ ലോകത്ത് ഈ ജീവിതകാലത്ത് നമ്മുടെ ഏറ്റവും ആത്മമിത്രം നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം നമ്മളെ അറിയിക്കുന്നു
എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് തോണ്ടി വിളിക്കുകയാണ് നിങ്ങൾ. അവിടെ വേന, ഇവിടെ മാന്ത്, ഇവിടെ ചൊറിച്ചൽ, ഇവിടുന്ന് ചോര പിടിക്കുന്നു എന്ന് പറയുന്നത് സ്നേഹിത ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് പറയാണ്. അപ്പോൾ അതൊന്ന് തിരിഞ്ഞു നോക്കുക, അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ അത് കൈകാര്യം ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അവസരം തന്ന പയ്യന്നൂർ ഡയറീസിന് ഏറെ നന്ദിയുണ്ട്. ഓക്കെ.